ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12. ഭക്തിയോഗം. ശ്ലോകം 16, പേജ് നമ്പർ 651. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തഃ സമേ പ്രിയഃ. പദാനുപദം. അനപേക്ഷഃ ഒന്നും ഉപേക്ഷിക്കാത്തവനായി, ഉദാസീനനായി. ശുചിഃ ശുചിയായി. ദക്ഷഃ നിപുണനായി. ഉദാസീനഃ ലാഭാലാഭങ്ങളിൽ ഉദാസീനനായി. ഗതവ്യഥഃ വ്യഥയില്ലാത്തവനായി. സർവാരംഭ പരിത്യാഗി സർവയത്നങ്ങളെയും ത്യജിച്ചവനായി. യഹ യാതൊരു മദ്ഭക്തഃ എൻ്റെ ഭക്തനുണ്ടോ, സഹ അവൻ, മേ പ്രിയഃ എനിക്ക് പ്രിയനാകുന്നു. വിവർത്തനം. സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാത്തവനും വിശുദ്ധനും നിപുണനും ഉത്കണ്ഠ വ്യഥ എന്നിവയില്ലാത്തവനും ഫലമുദ്ദേശിച്ച് പ്രവർത്തിക്കാത്തവനുമായ എൻ്റെ ഭക്തൻ എനിക്കേറ്റവും പ്രിയപ്പെട്ടവനാണ്. ഭാവാർത്ഥം. ഒരു ഭക്തന് ആരെങ്കിലും പണം നൽകുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. എന്നാൽ പണത്തിനു വേണ്ടി ഭക്തൻ യത്നിക്കരുത്. ഈശ്വര കാരുണ്യത്താൽ താനേ ധനം ലഭിക്കുകയാണെങ്കിൽ അയാൾക്കതുകൊണ്ട് ഇളക്കമുണ്ടാവില്ല. ഭക്തൻ പതിവായി പ്രഭാതത്തിൽ ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടാൻ എഴുന്നേൽക്കും. ദിവസം തോറും 2 തവണയെങ്കിലും സ്നാനം ചെയ്യും. അതിനാൽ സ്വാഭാവികമായി അയാൾ ബാഹ്യമായും ആന്തരികമായും വിശുദ്ധനാണ്. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സാരമെന്തെന്നറിയുന്നതുകൊണ്ടും പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടും ഭക്തൻ നിപുണനായിരിക്കും. അയാൾ ഒരു പ്രത്യേക കക്ഷിയിലും പെടില്ല. അങ്ങനെ സ്വതന്ത്രനുമാണ്. അയാൾ എല്ലാ ഉപാധികൾക്കും അതീതനാകയാൽ ഒരിക്കലും വേദനിക്കുന്നില്ല. ഈ ശരീരം ഒരു ഉപാധിയാണെന്ന് അയാൾക്കറിയാവുന്നതിനാൽ ശാരീരിക വേദനയുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഭക്തിയുത സേവനത്തിൻ്റെ പ്രമാണങ്ങൾക്കെതിരായുള്ള ഏതൊരു പ്രവൃത്തിക്കും അയാൾ ഒരുങ്ങുകയില്ല. ഉദാഹരണത്തിന്,
വലിയ ഒരു കെട്ടിടം പണിയാൻ ഒട്ടേറെ ശക്തി വിനിയോഗിക്കേണ്ടതുണ്ട്. തൻ്റേതായ ഭക്തിയുത സേവനത്തിൻ്റെ പുരോഗതിക്കുതകുന്നതല്ലെങ്കിൽ അത്തരമൊരു പ്രവൃത്തി അയാൾ ഏറ്റെടുക്കുകയില്ല. കൃഷ്ണനു വേണ്ടി ഒരു ക്ഷേത്രം പണിയിക്കാനും തത്സംബന്ധമായി ഏതു ക്ലേശവും സഹിക്കാനും ഒരുങ്ങിയേക്കാം. പക്ഷേ സ്വന്തം ബന്ധുക്കൾക്കു വേണ്ടി മണിമന്ദിരം നിർമ്മിക്കുകയില്ല. ഹരേ കൃഷ്ണ.